ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ഒരു റമദാൻ സ്റ്റഡി വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, റമദാനിൽ പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ അതാണ്. പക്ഷെ നമുക്ക് എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ആ ഒരു മോട്ടിവേഷനിൽ ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ഒരു 9 മണിക്ക് നീച്ചിട്ട് ഞാൻ വേഗം പഠിക്കായിരുന്നു. വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഞാൻ പഠിക്കായിരുന്നു. പിന്നെ പഠിക്കാൻ ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്ത കാര്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അത് അതിൻ്റെ എൻഡ് ഗെയിമിലാണ് ജോയിൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് നേരം വൈകി, എന്നാലും നമുക്ക് ജസ്റ്റ് റെക്കോർഡ് ക്ലാസ്സെങ്കിലും കേൾക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അങ്ങനെ ഇന്ന് നമ്മൾ സ്റ്റാറ്റിയാണ് പഠിക്കുന്നത്. അതായത് നമ്മളെ സ്റ്റാറ്റി എക്സാമാണ് ഫസ്റ്റത്തെ എക്സാം മാർച്ച് 7th. അപ്പോൾ ഞാൻ അതിനെ പഠിക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറിക്കോണു. സംഭവത്തിന് അതിൻ്റെ തറവാട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അപ്പോൾ സ്റ്റഡി വ്ളോഗ് കൂടി എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഐശ്വര്യമായിട്ട് സ്റ്റാറ്റി ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തുടങ്ങിയ ഉദ്ദേശം ഇത് തന്നെയാണ്. ആദ്യത്തെ ചാപ്റ്റർ മുതൽ നല്ല വൃത്തിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാമെന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഫസ്റ്റ് നേരത്തെ തന്നെ തുടങ്ങിയത് സ്റ്റാറ്റി പഠിക്കൽ. ഇതൊരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ തിയറിനേക്കാളും കൂടുതൽ ഇത് തന്നെയാണ്, പ്രോബ്ലംസ് തന്നെയാണ്. അപ്പോൾ ഓരോന്നിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യണം. പിന്നെ ക്രിസ്മസ് എക്സാമിനാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് സ്റ്റാറ്റ് പഠിച്ച് വെച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ ഈ ബുക്ക് തൊട്ടിട്ടില്ല. നോമ്പായ പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം നോമ്പ് തുറക്കോളം നോമ്പെടുത്തതിൻ്റെ ചെയ്യണം. പിന്നെ വൈകുന്നേരം നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഫുഡ് കുറേ കഴിച്ചതിൻ്റെ ചെയ്യണം. അപ്പോൾ കറക്റ്റൊക്കെ പഠിക്കാനൊന്നും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പറ്റിയിരുന്നില്ല. ഇപ്പോൾ പിന്നെ നോമ്പായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കാനും കൊണ്ട് പറ്റും. പിന്നെ ഞാനിങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് ന്യൂസ് പേപ്പർ പ്രിൻറ്റ് കുറേ വാങ്ങിയിട്ടാണ്. ഞാനൊരു വീഡിയോയിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ന്യൂസ് പേപ്പർ പ്രിൻറ്റ് ഞാൻ വാങ്ങിയിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് പ്രിൻറ്റേ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പിശുക്കി ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഫൈനലി ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിക്കണേ. 1 മണിക്കൂറോട്ടാണ് കംപ്ലീറ്റ് ആക്കിയത്. ഇപ്പോൾ നമ്മൾ ഈ ആപ്പത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കി. എൻ്റെ ടൈം എത്രയാണ് കാണിച്ചു തരാം. 1:26. ഇനി ഈ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അത് കാണുന്നതിന് മുന്നേ നമുക്ക് എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. ആ ബുക്കത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഈ ബുക്കത്തെ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി ചെയ്തിട്ട് ഇനി ഈ ചാപ്റ്റർ കാണാൻ വേണ്ടി പോവാം. സോ അത് നമുക്ക് താഴെ പോയി താഴെ പോയി ചെയ്യാം. ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് പഠിച്ച് ഒരുമാതിരി ആയതുകൊണ്ട് ഞാൻ സാധനങ്ങളൊക്കെ കുത്തിപ്പെറുക്കി താഴത്തെ സിറ്റൗട്ട് പോയിരുന്നു. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടിട്ട് ഇരുന്ന് പഠിക്കാൻ വിചാരിച്ചിട്ടൊക്കെ അടുത്ത് ഞാൻ താഴത്തേക്ക് പോയി. അങ്ങനെ അവിടെ പോയി സെറ്റായി ഇരുന്ന് പഠിക്കുക. അങ്ങനെ എങ്ങനെയാലും ഈ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കല്ല, പ്രോബ്ലംസൊക്കെ ചെയ്തു. പിന്നെ ഓൾറെഡി അറിയുന്ന പാടാണ്, എന്നാലും ഒരു സമാധാനത്തിന് എല്ലാ പ്രോബ്ലംസ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു ബുക്കത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഓൾറെഡി ചെയ്തതാണ്. എന്നാലും പിന്നെ ചെയ്യാം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ മറന്നുകൊണ്ടോ വേറെ കാര്യം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനൊക്കെ വേഗം ചെയ്യാൻ പറ്റുന്നുണ്ട്. 1ാമത്തെ ചാപ്റ്ററാണ്, അതോട്ടാണ് വേറെ കാര്യം. അപ്പോൾ ഇത് വേഗം കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് 2, 3 ഇന്ന് തന്നെ നോക്കണം, അല്ലെങ്കിൽ ഇനി സമയം ഉണ്ടാവില്ല. സോ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഞാൻ ചെയ്യട്ടെ. അങ്ങനെ ഈ സ്റ്റാറ്റിൽ പ്രോബ്ലംസ് അല്ല, കുറച്ച് തിയറി ഭാഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഉണ്ടാവും. ഇപ്പോൾ അക്കൗണ്ട്സിലെ പോലെ തന്നെ ഇതിൽ കുറച്ച് തിയറി ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി സംഭവങ്ങളും ഞാൻ അപ്പം ഇരുന്ന് പഠിക്കുകയാണ്. ആ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ഇവിടേക്ക് എത്തി. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്റർ പഠിക്കാം. സോ അതിൻ്റെ ക്ലാസ് നമുക്ക് വെക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് പ്ലേ ആക്കിയാൽ മതി. അപ്പോൾ ടൈം ഉച്ച കഴിക്കണ്, ഒരു 1 മണി 2 മണി ആ ടൈമൊക്കെ കഴിക്കണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രോബ്ലം പേപ്പർ ചെയ്യണോണ്ട്, അതായത് പ്രോബ്ലംസ് ചെയ്യണോണ്ട് തന്നെ ഉറക്കം കൺട്രോൾ ചെയ്യാം. നേരെ മറിച്ച് ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴോ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ നോമ്പ് തുറക്കാൻ നേരത്തെ നീക്കില്ല. പക്ഷേ ഇതിങ്ങനെ ക്ലാസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ നല്ല രസം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്ങനെയും ഒരു 2-3 ചാപ്റ്റർ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ചാപ്റ്റർ എൻ്റെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ക്ലാസ് കാണലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഒറ്റ റിവിഷൻ പോലത്തെ ഒരു ക്ലാസ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതായത് ടോപ്പിക്ക് പറയുന്നത്. അപ്പോൾ അതും കൂടി കുറച്ച് ടോപ്പിക്കുകൾ ക്ലിയർ ആക്കാണ്ടായിരുന്നു. അങ്ങനെ പഠിക്കാതെ വെച്ച കുറച്ച് ടോപ്പിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇരുന്ന് ക്ലിയർ ആക്കാൻ വിചാരിച്ചു. ഇനി എന്തായാലും ടൈം ഇല്ല. ഇനിയിപ്പോൾ ഈ ചാപ്റ്ററൊക്കെ ഞാൻ നോക്കുമെന്ന് തന്നെ അതൊക്കെ ചിലപ്പോൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുകയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് നീച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടോ. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ പുറത്തിരുന്ന് പഠിച്ചു. കാരണം നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു മാതിരിയായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം നോമ്പെടുത്ത് പഠിച്ച് എങ്ങനെയൊക്കെ ഇറന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചതിന് ശേഷം എനിക്ക് ബോറടിച്ചു. അതിലാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. അതായത് PLF മാസ്ക് ആണ്. അപ്പം ഞാൻ കുറച്ച് സ്ഥലത്ത് മാത്രം ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മൂക്കുമ്പോൾ മാത്രം ഇട്ടിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചു. അപ്പോൾ അത് ആ ടൈം 5:30 ആയിക്കണ്. ഇനി എന്തായാലും ബാങ്ക് കൊടുക്കാൻ കുറച്ച് നേരമുള്ളൂ. ബാങ്ക് കൊടുത്ത് നോമ്പ് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഫ്ലാറ്റ് അടിയാക്കാരം, അത് ഉറപ്പാണ്. പിന്നെ ഞാൻ നീക്കൂല. പിന്നെ ഒരു 10-11 മണിയാവും ഞാൻ നീക്കുമ്പോൾ. അങ്ങനെ പിന്നെ ഒരു 6:15 വരെ പഠിച്ചിട്ട് ഞാൻ നോമ്പ് തുറക്കുന്ന ഫുഡ് പ്രിപ്പറേഷൻസിൻ്റെ ഒക്കെ അവിടെ പോയി നോക്കി എന്തൊക്കെ ഉണ്ടാക്കി
ആക്കിയിരിക്കണമെന്ന്. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ മുന്നിലിരുന്നപ്പോൾ തന്നെ നമ്മൾ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്താൽ പിന്നെ തീരെ കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേഗം കിട്ടിയ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ നല്ല ലൈമും സമൂസ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചതിന് ശേഷം നമ്മൾ വേഗം നിസ്കാരം കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ നല്ല ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചമ്മന്തി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചതിന് ശേഷം ഞാൻ ഒറ്റ കടത്തേന്നു. പിന്നെ ഞാൻ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നീച്ചത്. അങ്ങനെ പിന്നെ ഞാൻ പഠിക്കൽ ബാക്കി കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.